എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടേസ്റ്റിയായ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബിരിയാണി അരി ഒന്ന് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. കുതിർന്നു വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഗരം മസാല ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 തക്കോലം, 2 വലിയ കഷ്ണം പട്ട, 2 ഏലക്ക, 6 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി നമ്മൾ പൊടിച്ചെടുക്കാം. ഒരു 7 സവാള വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ബിരിയാണിക്ക് വേണ്ടി 1 കിലോ കേരമീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മസാലകളൊക്കെ പുരട്ടി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക് ചതച്ചത്, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം വെള്ളം ഒഴിക്കേണ്ട, മീനിലൊക്കെ പിടിച്ചിരിക്കണം. ഇനി നമുക്ക് മീനിൻ്റെ 2 സൈഡും നന്നായി മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. പുരട്ടി ഈ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിലേക്ക് തന്നെ സവാളയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് 5 സവാള ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 തക്കോലം, 6 ഗ്രാമ്പു, 6 ഏലക്ക, 3 കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ബേ ലീഫ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ആ നെയ്യിൽ വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ കുതിർത്തി വെള്ളം കളഞ്ഞു വെച്ച ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതേ കപ്പിന് തന്നെ 1 കപ്പ് അരിയായിരുന്നു. 1.5 കപ്പ് വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തു. സവാള ഫ്രൈ ചെയ്ത് 2 പിടി പൊടിച്ചിട്ട് കൊടുത്തു. സവാള ഫ്രൈ ചെയ്ത നെയ്യും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു സ്റ്റീം കേട്ടാൽ മതി, വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് 2 സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും. 2 സൈഡും മുരിഞ്ഞു വന്നു. ഫ്രൈ ചെയ്ത മീൻ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത മീനെല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി ഇനി അടുത്ത ബാച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തു. 2 ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. മീനെല്ലാം ഉടയാതെ പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എന്തായി നോക്കാം. ഒരു സ്റ്റീം കേട്ടു. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടുമില്ല, അധികം കുഴഞ്ഞു പോയിട്ടുമില്ല. റൈസ് അവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു കടായി വെച്ച് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ബാക്കി സവാളയൊന്ന് വഴറ്റിയെടുക്കാം.
5 സവാള ഫ്രൈ ചെയ്തെടുത്തു. ബാക്കി 2 സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫിഷ് മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. വഴന്നു വരുമ്പോൾ നന്നായി പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് നന്നായി വഴന്നു വരട്ടെ. പഴുത്ത തക്കാളി നോക്കി തന്നെ എടുക്കണം. ഒന്ന് മൂടി വയ്ക്കാം, നന്നായി വഴന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് ചതച്ചത് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 2 ബേ ലീഫ് ചേർത്തു. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 തക്കോലം, 2 കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 1 പിടി മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. എല്ലാം കൂടി മിക്സായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് എല്ലാം ചേർത്ത് കൊടുക്കാം. അധികം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഫിഷിലേക്കൊക്കെ മസാല പുരട്ടി വെക്കാം. ഇതുപോലെ എല്ലാ പീസും ഫിഷെല്ലാം പെറുക്കി വെക്കാം. ഫിഷായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, അധികം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഒരു 4 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്താണ് കളറ് ചേർക്കുന്നത്. റൈസിലേക്കെല്ലാം കളറ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് നല്ല കളറുണ്ട്. വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി വേറൊരു കടായി വെച്ച് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് തക്കാളി റൗണ്ടായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് നിരത്തി വയ്ക്കാം. നടിയിലൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം റൈസും മസാലയും സവാളയെല്ലാം ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തു, ഫിഷും വെച്ച് കൊടുത്തു. ഉടയാതെ വെച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് സവാള ഫ്രൈ വെതറി കുറച്ച് നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും റൈസ് ചേർക്കുക. അതിനുശേഷം ഫിഷെല്ലാം നിരത്തി വെക്കുക. വീണ്ടും സവാള ഫ്രൈ, നട്ട്സ്, കിസ്മിസ്, മല്ലിയില, പുതിനയില, ഇങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫുഡ് കളറും കൂടെ ഒഴിച്ചു കൊടുത്തു. മീനെല്ലാം ഉടയാതെ പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി റൈസും കൂടെ ഫുൾ ചേർത്ത് കഴിഞ്ഞു. ഫിഷും ലാസ്റ്റെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ പഴയ ഒരു പാനിലേക്കാണ് ഞാൻ ദം ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി അതൊരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ചൂടാക്കണം. ലാസ്റ്റ് സവാള ഫ്രൈയും നട്ട്സും കിസ്മിസും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. ആകെ ഞാൻ ഒരു 7 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആവി പുറത്തു പോകാതിരിക്കാൻ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നന്നായി ചേർത്ത് വെച്ച് മൂടി വെക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഫിഷ് ബിരിയാണിയുടെ. ഇനി നമുക്ക് ഉടയാതെ ഫിഷൊക്കെ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ബിരിയാണി ഒരു ബൗളിലേക്കിട്ട് പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ്. ഞാൻ 2 മാസം മുമ്പ് ഒരു മുഴുവൻ നാരങ്ങ അച്ചാറിട്ടിരുന്നു. അതും ഇപ്പോൾ നന്നായി അലുത്ത് വന്നിട്ടുണ്ട്. നാരങ്ങ അച്ചാറും വലിയ ചമ്മന്തിയും പപ്പടവും സാലഡും എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി ബിരിയാണി കഴിക്കാം. ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. നല്ല ടേസ്റ്റുണ്ട്.
നിങ്ങളും ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.